തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ സംസ്കാര ചടങ്ങുകളാണ് നടക്കാനിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം വീട്ടുമുറ്റത്തെത്തിച്ചിരിക്കുകയാണ്. ബന്ധുക്കളും ഉറ്റവരും ഉടയവരും നാട്ടുകാരുമൊക്കെ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. ദിക്ഷലിന് വിട ചൊല്ലുകയാണ് നാട്. തുടർച്ചയായി തന്നെ പാമ്പുകടിയേറ്റുള്ള കുട്ടികളുടെ മരണം അത് വലിയ ആഘാതമാണ് ഈ നാടിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചൂടുകാലത്ത് വീടിനകത്തേക്ക് വളരെ എളുപ്പത്തിൽ കയറി പറ്റുന്ന ഇഴജന്തുക്കളും അത് ഇവിടെ ഓരോ കുടുംബങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. സാന്ത്വന സജു ചേരുന്നുണ്ട്. സാന്ത്വന, അടച്ചുറപ്പില്ലാത്ത, അത്രയൊന്നും സുരക്ഷിതമല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വല്ലാത്തൊരു സാഹചര്യമാണ്. ഏറെ വൈകാരികമായൊരു അന്തരീക്ഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാന്ത്വന, റോഷ്നി, വീട് എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയുമോ എന്ന് പോലും തകര ഷീറ്റും പ്ലൈവുഡും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കുടിൽ, അതിനപ്പുറത്തേക്ക് നമുക്കതിനെ വീട് എന്ന് പോലും പറയാൻ കഴിയില്ല. മുറികളായി തിരിച്ചിട്ടില്ല. അടുക്കള പുറത്താണ് ഉണ്ടായിരുന്നത്. ആ വീടിന് പുറത്ത് ചെറിയ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അതിനടിയിലാണ് അടുക്കള ഉണ്ടായിരുന്നത്. അത്രയേറെ ദുഃഖത്തിൽ, അത്രയേറെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യരാണ്. ഈ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും ഇവർക്ക് പട്ടയമായി പതിച്ച് കിട്ടിയത് സർക്കാരിൽ നിന്ന്. അവിടെ ഒരു വീട് വെക്കണമെന്ന ആവശ്യവുമായി ഇവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് പദ്ധതിയും PMAY പദ്ധതിയും ഒക്കെ പ്രകാരം അടുത്ത് തന്നെ ഒരു വീട് കിട്ടുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു വരികയുമായിരുന്നു. ഒരു നല്ല ബാത്റൂം ഇല്ല റോഷ്നി. അവർക്ക് ഒന്ന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള ബാത്റൂമില്ല. അതിനും ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഒരു കുഴൽ കിണർ കുത്തി, പക്ഷേ വരുന്നത് ചെളി മാത്രമാണ്, ചേറാണ്. ആ വെള്ളം ഒന്ന് കുടിക്കാൻ പോലും കഴിയില്ല. ഈ വീട്ടിലേക്ക് വരാനൊരു വഴിയില്ല. കുഞ്ഞിൻ്റെ മൃതദേഹം ചുമന്നുകൊണ്ട് വന്നത് ഒരു വയലിലൂടെയാണ്. അത്രയേറെ പരിതാപങ്ങൾക്കിടയിൽ കഴിയുന്ന മനുഷ്യരാണ് റോഷ്നി. അത്രയേറെ ചെറിയൊരു ഗ്രാമമാണ് ഈ അഴൂർ. ഇവിടെ താമസിക്കുന്ന എല്ലാ മനുഷ്യരും ഇതേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന അങ്ങേയറ്റം സാധാരണക്കാരായ ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന ഇടമാണ് അഴൂർ. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരിതം വന്നു ചേർന്നിരിക്കുന്നത്. നമുക്ക് കാണാം, ഒത്തിരി ആളുകൾ ഈ വീടിന് ചുറ്റും ചേർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരാണ്. ദിക്ഷലിനെ അറിയുന്ന ആ കുഞ്ഞുമകൻ്റെ ഓരോ വളർച്ചയും കണ്ടിട്ടുള്ള മനുഷ്യരാണ്. കാരണം ഒരു ചെറിയ പ്രദേശമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികൾ ഓടിപ്പോയി കളിച്ച് വളരുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും അവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളോടുമുള്ള വൈകാരികത. അത് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും കണ്ണിൽ കാണാവുന്നതാണ്. അത്രയേറെ ദുഃഖത്തിൽ തന്നെയാണ് ഓരോ മനുഷ്യരും ഇവിടെ കൂടി നിൽക്കുന്നത്. സാധാരണക്കാരെന്നതിനപ്പുറത്തേക്ക് മറ്റാരും ഇവിടേക്ക് വന്നിട്ട് പോലുമില്ല റോഷ്നി. ഒരു എല്ലാവരും ചർച്ച ചെയ്ത ഒരു മരണം, സ്വാഭാവികമായിട്ടും പ്രമുഖരായ ആളുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മരണമാണ്. പക്ഷേ നമുക്ക് കാണാം, അങ്ങേയറ്റം സാധാരണക്കാരായ മനുഷ്യർക്കപ്പുറത്തേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം കാണാൻ പോലും ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി കുഞ്ഞിനെ പാമ്പ് കടിക്കുമ്പോഴും ഈ ഇല്ലാത്ത വഴിയിലൂടെ, ഒരിടവഴിയിലൂടെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് ഓടി ആശുപത്രിയിലേക്ക് പോയത്. ആശുപത്രിയിൽ കൊണ്ടുചെന്ന് എന്തോ ഒന്ന് കാലിൽ കടിച്ചു, എന്താണ് എന്ന് പോലും അവർക്കറിയില്ല. കാരണം ഒരു പഴുതാര കടിച്ചതാകാം എന്നൊരു പ്രാഥമിക നിഗമനം. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ എന്തെങ്കിലും കടിക്കുമ്പോൾ നമ്മളൊരു മൂർഖം കടിച്ചെന്നോ പാമ്പ് കടിച്ചെന്നോ ഒന്നും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാലിലെന്തോ കടിച്ചു എന്ന് മാത്രം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ആദ്യം നടത്തിയ പരിശോധനയിൽ മറ്റ് കാര്യങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും കുഞ്ഞ് ബുദ്ധിമുട്ടൊക്കെ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. പക്ഷേ എന്താണ് കടിച്ചത് എന്ന് പറയാനുള്ള ഒരു കഴിവ് അവർക്കും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ നിന്ന് അത് കണ്ടെത്താനും കഴിയില്ല. കുഞ്ഞിൻ്റെ ജീവൻ പാതി വഴിയിൽ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇവിടെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ഈ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രം യാത്രയേ ഉള്ളൂ. രാത്രിയാണ്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. കുഞ്ഞൊരു 2:30 കഴിഞ്ഞപ്പോഴാണ്, 2:30 കഴിഞ്ഞ സമയത്താണ് എണീറ്റ് കരഞ്ഞ് കാലിലെന്തോ കടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ എത്തി ഏതാണ്ട് ഒരു അരമണിക്കൂർ ആശുപത്രിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പാതി വഴിയിൽ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നാണ് കുടുംബം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. ഈ ദിക്ഷലിൻ്റെ അച്ഛൻ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മറ്റ് ജോലികൾക്കാണ് പോകുന്നത്. അമ്മ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് ജോലി ചെയ്യുന്നത്. ഒരു കുഞ്ഞ് അനിയത്തിയുണ്ട്. അവൾ നേരത്തെ ഇവിടെ നടക്കുകയായിരുന്നു. കുഞ്ഞിന് ചേട്ടൻ മരിച്ചു എന്ന് പോലും അറിയാനുള്ള പ്രായമില്ലാത്ത അത്രയും ചെറിയ ഒരു മോളാണ്. അവൾ ചേട്ടനെ കാത്തിരിക്കുകയാണ്. ആശുപത്രിയിൽ പോയി ചേട്ടൻ വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മകളാണ്, ഒരു അനിയത്തിയാണുള്ളത്. അതുപോലെ തന്നെ അച്ചമ്മയുണ്ടായിരുന്നു. അച്ചമ്മയോടൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞാണ്. അച്ചമ്മ നേരത്തെ പലതും പറഞ്ഞ് ഇവിടെ കരയുന്ന അമ്മയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം അവർക്കൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയാണ്. രാവിലെ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ മൃതശരീരം കാണേണ്ടി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും താങ്ങാൻ കഴിയുന്നതിനപ്പുറം തന്നെയാണ് ആ ഒരു വിയോഗവും ആ കുടുംബത്തിന് വന്നു ചേർന്നിരിക്കുന്ന ദുരിതവും എന്നൊക്കെ പറയുന്നത്. അവർ
അവരിവിടെ അലമുറയിട്ട് കരയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളുമാണ് ആ കുഞ്ഞിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. 8 വർഷം അവർ ഓമനിച്ച് താലോലിച്ച് വളർത്തി അവരുടെ പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ്. 3-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു. 4-ാം ക്ലാസ്സിൽ പുത്തനുടുപ്പും ബാഗും ഒക്കെ ആയിട്ട് പോകാൻ ഇനി 1 മാസം മാത്രമേ ഉള്ളൂ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നല്ലൊരു സ്കൂളിൽ ചേർത്താണ് ആ കുഞ്ഞിനെ പഠിപ്പിച്ചിരുന്നത്. ഇവിടെ തന്നെയുള്ള നോബൽ സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചിരുന്നത്. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കൾക്ക് അങ്ങേയറ്റം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നേരത്തെ ദിക്ഷലിൻ്റെ അമ്മയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, തൻ്റെ മരുമകൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്നതാണ്. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ അവർക്ക് അറിയിച്ചിരുന്നെങ്കിൽ മറ്റേത് ആശുപത്രിയിൽ വേണമെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. സാമ്പത്തികം ഒന്നും ഒരു പ്രശ്നമല്ലാതെ അവർ ഓടി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലും ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ റോഷിനി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഒരു മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നത്. ഒരു വലിയ ഒരു സ്വപ്നം അവർക്ക് മുന്നിലുണ്ടായിരുന്നു, നല്ലൊരു ജീവിതം, മക്കളുടെ പഠനം, നന്നായി പഠിച്ച് വലുതായി വരുന്ന 2 മക്കൾ. എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയിലും നല്ലൊരു ജീവിതം അവരും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു റോഷിനി. പക്ഷേ അത് പാതി വഴിയിൽ പൊലിഞ്ഞു പോയി എന്നതിനപ്പുറത്തേക്ക് നമുക്കതിനെ ഒന്നുകൊണ്ടും അടയാളപ്പെടുത്താൻ പറ്റുന്നതല്ല റോഷിനി. ഈ ഒരു സാഹചര്യം അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ആ വീട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ മനുഷ്യർക്കും പ്രിയപ്പെട്ട ആ കുഞ്ഞിനെ ഒന്ന് കണ്ടുപോകാൻ വേണ്ടി അവരെല്ലാവരും ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ആ കുഞ്ഞിന് വേണ്ടിയുള്ള കുഴിമാടവും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെ മറ്റ് സംസ്കാര ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകളൊക്കെ തന്നെയും നടക്കും. അതിനുവേണ്ടി അങ്ങനെ വലിയ ചടങ്ങുകളൊന്നും നടത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് റോഷിനി. നേരത്തെ ഇവിടെ ഈ കുഴിമാടം ഒരുക്കിയത് തന്നെ ഇവിടെ അടുത്തുള്ള ആളുകൾ ചേർന്നിട്ടാണ്, ഇവിടുത്തെ മനുഷ്യർ ചേർന്നിട്ടാണ്. 2-3 പേര് മൺവെട്ടി മാറി ഉപയോഗിച്ച് വെട്ടി കുഴിയെടുത്തിട്ടാണ് ആ കുഴി തന്നെ ഒരുക്കിയിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ പോലും അതിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഏറെ അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. അത്രയേറെ ചെറിയ ഒരു ഗ്രാമമാണ്. അത്രയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്ന സാന്ത്വന സ്വാജുവാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.